Welcome to this introduction to programming course. So this is a basic course like who wants to become a developer or a coding if you want to enter into this coding world. സോ ഈ ഒരു കോഴ്സ് എന്ന് വെച്ചാൽ ഭയങ്കര ബേസിക് ആയിട്ടുള്ള ഒരു കോഴ്സാണ്. എല്ലാവർക്കും ഇപ്പോൾ ബയോളജി ബാക്ക്ഗ്രൗണ്ട് പഠിച്ചെടുക്കുന്ന ആൾക്കാർക്കും അല്ലെങ്കിൽ നമ്മൾ ഒന്നും അറിയാത്ത അല്ലെങ്കിൽ നമുക്ക് ഒട്ടും കമ്പ്യൂട്ടർ സയൻസിനെ കുറിച്ചിട്ട് എന്താണെന്ന് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള കോഴ്സാണ് ഇത്. അപ്പം കുറച്ചുകൂടി നോളജുള്ള ആൾക്കാർ ഒരിക്കലും ഈ ഒരു കോഴ്സ് ആക്സെപ്റ്റ് ചെയ്യരുത്. നിങ്ങളെ ഹയർ കോഴ്സസ് എടുക്കാവുന്നതാണ്. സോ ഇത് ഭയങ്കര ബേസിക് ആയിട്ടുള്ള ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു 1 hour ലെസ് ദാൻ ആയിട്ട് കുറവുള്ള ഒരു കോഴ്സാണ് ഇൻട്രൊഡക്ഷൻ ടു ദ പ്രോഗ്രാമിംഗ്. സോ വെൽക്കം ടു ദിസ് കോഴ്സ് ഇൻട്രൊഡക്ഷൻ ടു ദ പ്രോഗ്രാമിംഗ്. സോ നമുക്ക് നേരെ എന്തൊക്കെ പറയാന്നുള്ള കാര്യങ്ങളോട്ട് കിടക്കാം. സോ ലെറ്റ്സ് ബിഗിൻ. Actually, in this course, we're gonna discuss what is a computer and how to do these things and how these things are happening inside the computer and how to get the results. All those things will be discussed in this course. So, moving on to the next part. So, as the name suggests, what is a computer in your terms? നിങ്ങളിപ്പോൾ ആലോചിച്ച് നോക്കുക എന്താണ് ഒരു കമ്പ്യൂട്ടർ എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ് അതൊരു ഇലക്ട്രോണിക് ഡിവൈസസ് ആണ് അല്ലേ. നമ്മുടെ ഒരു ഇപ്പോൾ നമ്മുടെ എല്ലാവരുടെ കയ്യിലും ഒരു ലാപ്ടോപ്പ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ കോളേജിലൊക്കെ പോകുന്ന സമയത്ത് അവിടെ എന്തുണ്ടായിരിക്കും, ഒരു ഡെസ്ക്ടോപ്പ് ഉണ്ടായിരിക്കും. സോ എന്താണ് ബേസിക്കലി കമ്പ്യൂട്ടർ എന്ന് വെച്ചാൽ എന്താണ്? കമ്പ്യൂട്ടർ ഒരു ഇലക്ട്രോണിക് ഡിവൈസസ് ആണ്, ഒരു ഡിവൈസാണ്. ഓക്കെ, ആ ഡിവൈസിന് എന്തുണ്ട്, നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ പ്രസൻറ്റേഷൻസ് ഉണ്ടാക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ PDF വായിക്കാൻ വേണ്ടി ലാപ്ടോപ്പ് എടുക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ കോഡ് ചെയ്യാൻ എടുക്കാറുണ്ട്, പ്രോഗ്രാമിംഗ് ചെയ്യാൻ എടുക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ എന്തായിരിക്കും നമ്മളെ ഫോട്ടോസ് കാണാൻ വേണ്ടിയിട്ട് എടുക്കാറുണ്ട്. സോ അപ്പോൾ നമുക്കറിയാം എന്താണ്, അതൊരു ഇലക്ട്രോണിക് ഡിവൈസസ് ആണ്. നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് കമ്പ്യൂട്ടർ. സോ കമ്പ്യൂട്ടറിൻ്റെ ഡെഫിനിഷൻ എന്തായാലും നിങ്ങൾ അറിഞ്ഞിരിക്കുക. കാരണം നിങ്ങളൊരു കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങളത് ഈ ഡെഫിനിഷൻ എന്തായിട്ടും പഠിച്ചിരിക്കുക. എന്താണ് കമ്പ്യൂട്ടർ? എന്താണെന്ന് ഒരാൾ ചോദിച്ചാൽ, കമ്പ്യൂട്ടർ ഈസ് എൻ ഇലക്ട്രോണിക് ഡിവൈസ് ദാറ്റ് പ്രോസസ് ഡാറ്റ, പെർഫോംസ് ടാസ്ക് അക്കോർഡിംഗ് ടു ദ പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് സ്റ്റോർ ഇൻഫർമേഷൻ ഫോർ റിട്രീവൽ. ഇപ്പോൾ ബേസിക്കായിട്ട് പറഞ്ഞാൽ ഒരു ഇലക്ട്രോണിക് ഡിവൈസസ് ആണ്. അതെന്ത് ചെയ്യും? ഡാറ്റയെ പ്രോസസ്സ് ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് ചില ഓപ്പറേഷൻസ് പെർഫോം ചെയ്യണമെങ്കിൽ, ചില ടാസ്ക് പെർഫോം ചെയ്യണമെങ്കിൽ കുറച്ച് ടാസ്ക് നമ്മൾ കണ്ടിന്യൂസ്ലി കൊടുക്കുകയാണെന്ന് വിചാരിച്ചോ. ഇപ്പോൾ നമ്മൾ അലാറമൊക്കെ സെറ്റ് ചെയ്യുന്നില്ലേ, അലാറമൊക്കെ സെറ്റ് ചെയ്യുന്ന പോലെ നമ്മൾ എന്തെങ്കിലും പെർഫോമിങ് ടാസ്ക് നമ്മൾ കുറച്ചെണ്ണം കൊടുക്കുക. അതായത് കുറച്ച് പ്രോഗ്രാമിൻ്റെ ഇൻസ്ട്രക്ഷൻസ്. ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ അലാറം എടുക്കുന്ന സമയത്ത് നോക്കുക. അലാറം നമ്മൾ സെറ്റ് ചെയ്യും, ഈ ടൈമിൽ ഇന്ന ടൈമിൽ ഇത് അലാറം അലാറം റിംഗ് ചെയ്യണം. ഓക്കെ, അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒരു കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ഞാൻ അലാറം ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത കുറച്ചുകൂടി എന്താ പറയുക, കുറച്ചുകൂടി ഒരു ഡീപ്പായിട്ടുള്ള കൺസെപ്റ്റിലോട്ട് പോകാം. അത് നമുക്ക് കമ്പ്യൂട്ടറിനെ അറിയാം. നമുക്ക് എന്തൊക്കെ അറിയാം കമ്പ്യൂട്ടറിന് എന്തുണ്ട്? നമ്മൾ കുറേ കീബോർഡും കുറേ മൗസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. സോ നമുക്ക് പറയാം കമ്പ്യൂട്ടർ കൺസിസ്റ്റ് ഓഫ് ഹാർഡ്വെയർ, മെമ്മറി. നമുക്ക് ഹാർഡ്വെയറിന് എന്തൊക്കെയാണ് പറയാൻ പറ്റുന്നത്, എക്സാമ്പിൾസ് പറയാൻ പറ്റുന്നത് നമ്മൾ ഓഫീസിൽ അല്ലെങ്കിൽ കോളേജിലൊക്കെ ലാബിലൊക്കെ കാണുന്നതാണ്. എന്തുണ്ട്? ഒരു CPU ഉണ്ട്, മെമ്മറി ഉണ്ട്, സ്റ്റോറേജ് ഡിവൈസസ് ഉണ്ട്, നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. ഹാർഡ് ഡ്രൈവ്, അങ്ങനത്തെ ഒരുപാട് സാധനങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ മൗസൊക്കെ പറയാം, അല്ല നിങ്ങൾ എല്ലാവരും യൂഷ്വലി കളിച്ചുകൊണ്ടിരിക്കുന്ന ജോയ്സ്റ്റിക്ക്. അപ്പം ഇതൊക്കെ നമ്മൾ കളിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്താണ്? ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ആണ്. ഓക്കെ, നമുക്കിനി അടുത്ത പറയാൻ പറ്റുന്നത് എന്താണ്? നമുക്ക് ഇതിനകത്ത് സോഫ്റ്റ്വെയർ പാർട്സ് ഉണ്ട്. സോഫ്റ്റ്വെയർ പാർട്സ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മളെല്ലാവരും ലാപ്ടോപ്പ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നതാണ്. അതിനകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ മൈക്രോസോഫ്റ്റ് വേർഡ് അല്ലെങ്കിൽ പവർ പോയിന്റ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? അപ്പം ഈ സോഫ്റ്റ്വെയർ നമുക്ക് പറയാം എന്താണ്? സോഫ്റ്റ്വെയർ എന്താ പറയുന്നത്? പ്രോഗ്രാംസ് ആൻഡ് അപ്ലിക്കേഷൻസിനാണ് നമ്മളിത് പറയുന്നത് സോഫ്റ്റ്വെയർ. ഇതൊക്കെ നമ്മൾ കുറച്ചുകൂടി ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നമുക്ക് എന്താ പറയാം, വേരിയസ് ഓപ്പറേഷൻസ് ആൻഡ് ഫങ്ഷണാലിറ്റീസ് മേക്കിംഗ് ഇറ്റ് വെർസറ്റൈൽ ടൂൾ ഫോർ കാൽക്കുലേഷൻ, ഡാറ്റ മാനിപ്പുലേഷൻ, കമ്മ്യൂണിക്കേഷൻ ആൻഡ് മോർ. അപ്പം ഇതാണ് വാട്ട് ഈസ് എ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞത് നിങ്ങൾ പറയേണ്ടതായിട്ട് വരുന്ന കാര്യങ്ങൾ. അപ്പം ഇത്രയുമാണ് നമുക്ക് ഈ ഒരു ലെസണിൽ പഠിക്കാനുള്ളത്. അടുത്ത ലെസണിൽ നമുക്ക് സോഫ്റ്റ്വെയർ ആയിട്ട് വരാം. സോ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം.